ഷെയിൻ സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റീഡിംഗ് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് 2025 ഉണ്ടായിട്ടുള്ള നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, അവിടെ നടന്നിട്ടുള്ള ഈഗോ ക്ലാഷസ്, അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നു, അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ള റീഡിങ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കേട്ടോ, പുതിയ ആളുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇൻഡസീവ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. I know my inability to make a decision hurts you. എനിക്കറിയാം എന്താണ് ഞാൻ എൻ്റെ ചില ഡിസിഷൻ എടുക്കാനുള്ള ചില കാര്യങ്ങളിൽ ഞാൻ ഒരു ഇൻഎബിലിറ്റി കാണിച്ചു, അല്ലെങ്കിൽ ഞാനൊരു കഴിവില്ലായ്മ കാണിച്ചു. ചില കാര്യങ്ങളിൽ ഞാൻ ഒരു നല്ല തീരുമാനം എടുക്കേണ്ട സമയത്ത് എനിക്കതെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് കഴിയില്ലായിരുന്നു. അത് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് വന്ന ഐ ഹാർട്ട് ഷുഡ് ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. അതെന്താണ് കാരണം? ഞാൻ എന്തിനാണ് അതൊന്നും പറയാതിരുന്നത്? അല്ലെങ്കിൽ നിന്നോട് ഒരു തീരുമാനം എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇതിനോടൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ വല്ലാത്ത ഒരു ട്രോമയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ കഴിയുകയുള്ളായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന എനിക്ക് ഒന്നിനും കഴിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സീക്രട്സ്, ഐ ഹാവൻറ്റ് ടോൾഡ് യു എവരിത്തിങ്. എനിക്ക് എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു കുറ്റബോധം പോലെ പറയുന്നുണ്ട്. നിങ്ങളോട് എല്ലാം ഒളിച്ചു വച്ചിരുന്നു. അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ പിന്നെ ഒരു ഇല്യൂഷൻ്റെ ആ ഒരു അവസ്ഥ, ഒന്നിനും കഴിയാത്തൊരവസ്ഥ, എല്ലാത്തിൽ നിന്നും വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ എത്ര തന്നെ വിളിച്ചുകൊണ്ടിരുന്നാലും, നിങ്ങൾ എത്ര തന്നെ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാത്തൊരവസ്ഥ. അതിന് കാരണം ഇതായിരുന്നു. എനിക്ക് ഇനി പല കാര്യങ്ങളും എനിക്ക് നിന്നോട് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്, എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കുറ്റബോധവും കുറ്റസമ്മതവും കൂടിയായിട്ട് എടുക്കാം കേട്ടോ ഇത്. പിന്നെ നെക്സ്റ്റ് ഈഗോ വന്നിട്ടുണ്ട്. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. എൻ്റെ ഈഗോയും അതിൻ്റെ വലിയ തടസ്സമായിട്ട് നിന്നിരുന്നു. ഞാനും കുറച്ച് നിന്നോട് വളരെയധികം ഈഗോ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈഗോ വലിയൊരു പിന്നെ വില്ലനാണ് കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. യു മേഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. എന്നാൽ നീ എൻ്റെ എല്ലാ തെറ്റുകളും നീ എനിക്ക് തിരുത്തി തന്നിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു. നീ അപ്പോൾ തന്നെ അതിന് മെസ്സേജ് അയച്ചിരുന്നു, നീ ഈ ചെയ്തത് ശരിയല്ല, നീ ഈ ചെയ്യുന്നത് തെറ്റാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്, ഇതെല്ലാം നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് എന്നിലെ ചില ഫ്ലോസ്, എൻ്റെ തെറ്റുകളെ നീ റിയലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അത് പലപ്പോഴും നമ്മളെ ഹർട്ട് ചെയ്തിരുന്നു, അന്യോന്യം നമ്മളെ ഹർട്ട് ചെയ്തിരുന്നു, നമ്മളെ അത് വേദനിപ്പിച്ചിരുന്നു, രണ്ടു കൂട്ടരെയും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കരിയർ ബേസിലൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക്
പിന്നെ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കിതൊന്നിനും കഴിഞ്ഞില്ല. ഓക്കെ. പിന്നെ ഇമോഷണൽ ബേസ് നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ സമയത്ത് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ്. എന്നാൽ ഇതൊരു ഡെസ്റ്റിനിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാൻ, ശരിയായ ഒരു വഴി കണ്ടുപിടിക്കുവാൻ വേണ്ടി ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതിനകത്ത്. എന്നിട്ട് പിന്നെ കാരണം വെച്ചാൽ ഇത് ഡെസ്റ്റിനിയാണ് എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരറിവ് എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഒരു ശരിയായ വഴി അതിലൂടെ പോകുവാൻ വേണ്ടി, ആ ട്രാക്കിലൂടെ ഒന്ന് പോകുവാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു. ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ചേസർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്തതും ആളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി, ഈഗോ കൂട്ടി എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ വീണ്ടും മിണ്ടാതിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളോട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതൊരു പാഠമാണ്. കൂടുതൽ സംസാരിച്ച് വഷളാകണ്ട എന്ന് കരുതിയാണ് സൈലൻ്റ് ആയത് ഞാൻ. പക്ഷേ നീ എന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. സോറി കേട്ടോ, എനിക്ക് നല്ല ചുമയുണ്ട്. പിന്നെ ഡിസോണസ്റ്റി പറയുന്നുണ്ട്. ബൈ ലൈങ് ഐ റിപ്പീറ്റ് അപ്പോൾ നമുക്ക് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസക്കുറവ് നമ്മളിൽ അങ്ങോട്ടും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഓർമ്മയുണ്ട്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ് മീ. എന്നെ വല്ലാതെ ഒരു എന്താ പറയുക, ട്രോമയിലേക്ക് തള്ളിയിട്ടിരുന്നു ഈ സ്ട്രെസ് എല്ലാം കൂടി വന്നിട്ട് ഞാൻ വല്ലാതെ തകർന്നു പോയിരുന്നു. എൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, ഈശ്വരൻ പോലും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില സമയത്ത്. അതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടി. ദർ വെയർ അതർ തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് us ബീങ് ടുഗദർ. നമ്മളുടെ ഇടയിൽ മറ്റൊരാൾ കൂടി കടന്നു വന്നിരുന്നു. അതിനിടയിൽ ഇതാരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ തേർഡ് പാർട്ടി ഇതിനകത്ത് സിംഗിൾ, മാരീഡ്, പിന്നെ നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിൽ ഫാമിലിയുടെ നടുവിൽ പെട്ടുപെടുന്ന ആളുകളും, ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല, നമ്മൾ സിംഗിൾസിനാണെങ്കിൽ പേരൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇമോഷണൽ നീഡ്സ് വന്നിരിക്കുന്നത് അവിടെ. അപ്പോൾ അല്ലാത്തവർക്കാണെങ്കിൽ, എക്സ്ട്രാ മാരിറ്റലാണെങ്കിൽ അവിടെ പിന്നെ ഫാമിലി ഉള്ള ആളാണ് അല്ലെങ്കിൽ എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അതുകൂടി നമ്മുടെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിനെ നല്ല രീതിയിൽ നമ്മുടെ ബന്ധം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എനിക്ക് നിന്നോട് സ്നേഹക്കുറവുണ്ടായിട്ടായിരുന്നില്ല, പക്ഷെ ആ സമയത്ത് ഞാൻ അത് പ്രകടിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വീണ്ടും എന്നെ ഇങ്ങനെ എൻ്റെ പുറകെ കൂടും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത്തെ കാർഡ് പറയുന്നുണ്ട് അല്ലേ, ഇതാ ക്ലിയർ മൈ മൈൻഡ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. ഞാൻ ഇതിലെല്ലാം പെട്ടെന്ന് അട്ടം തിരിഞ്ഞിങ്ങനെ വിഷമിച്ച് എല്ലാ പ്രശ്നങ്ങളിലും പെട്ടുഴലുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. ശരിയായ വഴിയിലൂടെ എനിക്ക് പോകാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സോൾ കോൺട്രാക്ട്. ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം us വിൽ നൗ ബി ഫോർഗോട്ടൻ. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് പല പാഠങ്ങൾ ഞാൻ പഠിച്ചു എന്നാണ്. ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം us. നമ്മളിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചിരിക്കുന്നത്. രണ്ടു കൂട്ടരും പഠിച്ചു കാണും കേട്ടോ, ഒരാൾ മാത്രമല്ല. ഒരാൾ മാത്രമായിട്ടൊന്നും പഠിക്കില്ല, രണ്ടു കൂട്ടരും പഠിച്ചു കാണും. കാരണം പിന്നെ നിങ്ങൾക്കും ഈ ചേസിങ് സ്വഭാവം നിങ്ങൾക്കും ഉണ്ടായിരുന്നു. അതെല്ലാം നിർത്തി നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിന് റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ചേസിങ് ഒക്കെ നിർത്തി നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുത്ത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിനെ കരുപിടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതവിടെ നിർത്തി, നിങ്ങൾ മെസ്സേജ് നിർത്തി. ചിലപ്പോൾ 1-2 മെസ്സേജൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മെസ്സേജൊക്കെ നിർത്തി ആ ഒരു ഇൻറ്റിമസി അവിടെ വെച്ച് നിർത്തി.
കാരണം ചേസ് ചെയ്തു പോകുന്ന ആ ജോലി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി. അത് അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ വെറും ഒരു സോൾ കോൺട്രാക്റ്റ് അല്ല ഇത്, അതായത് ഇത് ഡിവൈൻ സോൾ കോൺട്രാക്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ പലപ്പോഴും അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തടയിടും. കാരണം അതിന് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയും. ഡിവൈൻ തീരുമാനിക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്കൊന്നാകാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒരു ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. വീണ്ടും ഈ ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത്രയും കാലം ഞാൻ നിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത് ഒരു പിന്നെ നിന്നെ മൈൻഡാക്കാതെയും നിന്നെ കണ്ട ഭാവം നടിക്കാതെയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെറ്റ് ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ഇതായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൂടിയ ആ റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായെന്നല്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ചില ആളുകൾക്ക് ഒരു മെസ്സേജോ കോളോ ഒക്കെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകാം. കാരണം ഇത്രയും കുറ്റബോധവും ഇത്രയും കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധം, നല്ല ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഹി ഓർ ഷീ കേട്ടോ, ആരായാലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അതിനനുസരിച്ച് നിങ്ങളതിനെ കാണണം. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു വർഷം ഞാൻ ആശംസിക്കുന്നു. 2026 ഒരുപാട് നന്മകൾ കൊണ്ടുവരുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ട്രോമകളെല്ലാം പോകട്ടെ. ഈ വർഷം നല്ല കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളിലും കരിയർ, ഫിനാൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, ലവ്, എല്ലാം ഏത് കാര്യത്തിലാണെങ്കിലും. കാരണം മനുഷ്യൻ്റെ മനസ്സമാധാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.